നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ക്ലോസ് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ക്ലോസ് ചെയ്യുന്നതിന് ആക്റ്റീവ് ആയിട്ടുള്ള ആ ഡോക്യുമെൻ്റ് ക്ലോസ് ചെയ്യുന്നതിന് കീബോർഡിൽ CTRL W പ്രസ് ചെയ്യാം. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടില്ല എങ്കിൽ, ഞാനിവിടെ CTRL W പ്രസ് ചെയ്യാണ്, നിങ്ങൾ ഡോക്യുമെൻ്റ് സേവ് ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടെ ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് വരുന്നതാണ്. ഇവിടെ 3 സംഗതികളാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഒന്ന്, സേവ് ചെയ്യാം, അതിനുശേഷം ക്ലോസ് ചെയ്യാം. 2, സേവ് ചെയ്യാതെ ക്ലോസ് ചെയ്യാം. 3-മത്, ക്ലോസ് ചെയ്യണം എന്ന ഒരു ആക്ഷന് ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്ക് കീബോർഡ് ഉപയോഗിക്കാം. ഇവിടെ വളരെ വിദഗ്ധമായിട്ട് കീബോർഡ് ഉപയോഗിക്കാനായിട്ട്, സേവ് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും കീബോർഡിൽ S പ്രസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ S എന്ന അക്ഷരത്തിനടിയിൽ ഒരു വര ഇരിക്കുന്നത് കാണാം. ഇതിൻ്റെ ആക്സിലറേഷൻ കീ ആണ്. ആ കീ പ്രസ് ചെയ്യാൽ അത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ S പ്രസ് ചെയ്യാം. ഇവിടെ ആവുമ്പോൾ N എന്ന അതിൻ്റെ അടിയിലാണ്, ഡോണ്ട് സേവ് എന്നുള്ളതിൽ N എന്നുള്ളതിൻ്റെ അടിയിലാണ് ആ അണ്ടർലൈൻ കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആക്സിലറേഷൻ കീ N ആണ്. അതുകൊണ്ട് N പ്രസ് ചെയ്തുകൊണ്ട് സേവ് ചെയ്യാതെ ക്ലോസ് ചെയ്യാം. S പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത് ക്ലോസ് ചെയ്യാം. N പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാതെ ക്ലോസ് ചെയ്യാം. ക്യാൻസൽ പ്രസ് ചെയ്യാനായിട്ട്, ക്യാൻസൽ എല്ലാ ഡയലോഗ് ബോക്സിലെയും ക്യാൻസൽ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് കീബോർഡിൽ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ എസ്കേപ്പ് പ്രസ് ചെയ്യാണ്. അതുകൊണ്ട് ഇത് സേവ് ചെയ്തിട്ടില്ല, ക്ലോസ് ചെയ്യണമില്ല നമ്മൾ കേട്ടോ. അങ്ങനെ CTRL W ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ ഫയലുകളും ക്ലോസ് ചെയ്യാം, സേവ് ചെയ്യാം. ഇത് കൂടാതെ മറ്റൊരു രീതിയിൽ തീർച്ചയായിട്ടും ഫയലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കാണാൻ പറ്റുന്നതാണ് ക്ലോസ് എന്ന ബട്ടൺ. ഇതുപോലെ തന്നെ ഈ ക്ലോസ് എന്ന ബട്ടനെ നമുക്ക് ഇതിൽ സ്വീകരിക്കാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലോസ് എന്ന ബട്ടൺ ഉണ്ടായിരിക്കാം. ഇവിടെ കാണുന്നില്ല, ഇതിൽ കാണുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പോവാം. ക്ലോസ് എന്ന ബട്ടനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഈ ബട്ടണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഓ മൈ ഗോഡ്, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബട്ടൺ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും ഇതിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിലെ താഴെ വന്ന് മോർ കമാൻഡ്സിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ലിസ്റ്റിൽ നിന്നും നമ്മളിവിടെ ചൂസ് കമാൻഡ്സ് ഫ്രം എന്നുള്ളതിൽ നിന്നും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫയൽ ടാബിന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ക്ലോസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. നമുക്ക് ക്ലോസ് ആണ് ഇവിടെ വേണ്ടത്. ഇനി അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ആഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലോസ് ഇവിടെ കിട്ടി. ഇനി ഓക്കെ കൊടുക്കുക. തീർച്ചയായിട്ടും നമ്മളുടെ ക്ലോസ് ബട്ടൺ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇതിലൂടെ ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ബട്ടൺ ഓഫ് ചെയ്യാം. CTRL W പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യാം. ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ആൾട്ട് കീ അമർത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നമ്പർ ഇവിടെ കാണാനാവുന്നതാണ്. 5 പ്രസ് ചെയ്തുകൊണ്ട് നമുക്കത് ക്ലോസ് ചെയ്യാം. ഇത്തരം സന്ദർഭങ്ങളിലും നമുക്കിവിടെ ഡോക്യുമെൻ്റ് സേവ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ചോദിക്കുന്നതായിട്ട് കാണാൻ പറ്റും.